നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് കാരുണ്യം തേടുന്നു. തിരുവില്ലാമല സ്വദേശി 35 വയസ്സുള്ള രതീഷാണ് സുമനസുകളുടെ കാരുണ്യം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് സുമനസുകളുടെ കാരുണ്യം തേടുന്നു. തിരുവില്ലാമല വേട്ടേക്കരൻകാവിന് സമീപം കണ്ടങ്ങാട് തൊടി ചോലക്കോട്ടിൽ പരേതനായ വേലുഎഴുത്തച്ഛന്റെ മകൻ 35 വയസ്സുള്ള രതീഷാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. മാസങ്ങളായി കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. വീട്ടിൽ രതീഷും പ്രായമായ അമ്മയും മാത്രമാണ് ഉള്ളത്. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് രതീഷും അമ്മയും അടങ്ങുന്ന കുടുംബം ഉപജീവനം നടത്തുന്നത്. ഓട്ടോറിക്ഷയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഫൈനാൻസ് നൽകിയ സ്ഥാപനം വാഹനം കൊണ്ടുപോയി. രതീഷിന് ജീവൻ നിലനിർത്താൻ ആഴ്ചയിൽ 2 ഡയാലിസിസ് ആവശ്യമാണ്. മൂന്നാമത്തെ മകനാണ്. 3 വർഷമായി വല്ലാണ്ട് കിഡ്നി പ്രോബ്ലമായിട്ട് ചികിത്സയിലാണ്. നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. അങ്ങനെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സയിൽ പോണത്. ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 30,000 ഉറുപ്പികയോളം ചിലവായി. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് പോയി ചിലവ് തന്നെ. വേറെ വരുമാനം ഞങ്ങൾക്കില്ല. ഇപ്പം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രം തന്നെയുള്ളൂ. വേറെ വരുമാനമൊന്നുമില്ല. അവന് ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അവന് കിട്ടിയ വരുമാനം കൊണ്ടാണ് എന്നെ അവൻ നോക്കിയിരുന്നത്. ഇപ്പോൾ അതിനിപ്പോൾ ബുദ്ധിമുട്ടായി. നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോണു. മരുന്നും തുടർ ചികിത്സയ്ക്കും വീട്ടുചെലവുകൾക്കും പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഈ അമ്മയും മകനും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ കടമ്പയാണ് ഇവർക്ക്. ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. 3 വർഷമായിട്ട് കിഡ്നി പ്രോബ്ലം ആയതുകൊണ്ട് ചികിത്സയിലാണ്. വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഡയാലിസിസ് തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ കഴുത്തു കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കയ്യിലേക്ക് ആക്കാൻ വേണ്ടി PK പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് രാജീവ് ഹോസ്പിറ്റലിലാണ്. തങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇവിടെ ഞാനിന്ന് നമ്മുടെ തിരുവില്ലാമലയിലെ രതീഷിന്റെ കൂടെയാണ്, രതീഷിന്റെയും കുടുംബത്തിന്റെയും കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. രതീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവില്ലാമല ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയും അതുപോലെ തന്നെ ഇവിടെ രതീഷിന്റെ ഏട്ടനാണെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ തന്നെ അപ്പോട്ടൻ പറയും, ഇവിടെ ചെറിയ ഒരു തട്ടുകട നടത്തുകയും ചെയ്യുന്ന ഒരു വെറുതെയായ കുടുംബമാണ്. ഇവിടെ ഇപ്പോൾ രതീഷിനെ സംബന്ധിച്ചോളം 3 വർഷമായിട്ട് കിഡ്നി ഫെയിലിയർ ആയതിന്റെ ഭാഗമായിട്ട് ചികിത്സയിലാണ്. ആഴ്ചയിൽ 2 ദിവസം ഇവിടെ ഡയാലിസിസ് വേണം. വലിയൊരു ചികിത്സാ ചെലവിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആഴ്ച തന്നെ അല്ലേ 13,000-ഓളം രൂപ ഒരു ദിവസത്തേക്ക് ചെലവ് വരുന്നുണ്ട് പോയിട്ട് വരാൻ. അങ്ങനെ 2 ഡയാലിസിസ് ഒരാഴ്ചയിൽ വേണം. തീർച്ചയായിട്ടും വെച്ചാല് ഇവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മുടെ എല്ലാവരുടെയും സഹായം രതീഷിനുണ്ടാവണം. രതീഷിനെ നമ്മുടെ അസുഖം ഭേദമാവാനും രതീഷിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. തീർച്ചയായിട്ടും തിരുവില്ലാമല വേട്ടേക്കരൻ ക്ഷേത്രത്തിന് കാവിനടുത്താണ് രതീഷിന്റെ വീട്. രതീഷിനെ തിരുവില്ലാമലക്കാർക്കും നമ്മുടെ ഈ പരിസരപ്രദേശത്തിൽ പറയുന്നവർക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് രതീഷ് കുറെ കാലമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ആണ് ഈ കുടുംബത്തിനെ നെടുന്തൂണായി തന്നെ കൂടെ നിൽക്കുന്നത്. ഇപ്പോ വണ്ടി ഓടിക്കാനും കഴിയില്ല. CCV ന്യൂസ്, തിരുവില്ലാമല.